അത് പറഞ്ഞാൽ ശരിയാവൂടെ? എനിക്ക് ഇവിടുന്ന് നീ പറയുന്ന പോലെ എനിക്ക് പറ്റുവാ? ഞാൻ സെറ്റ് ചെയ്ത് നോക്കട്ടെ. അച്ഛനോട് മറ്റൊന്നും കാര്യമില്ല. വന്നിട്ട് മര്യാദക്ക് ഭക്ഷണം വാങ്ങാൻ പറ്റും. ഞാൻ അമ്മേനോട് ഇങ്ങനെ സോപ്പിട്ട് നോക്കാം കേട്ടാ. അമ്മേ 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 എന്താടാ? അമ്മ ഇന്നലെ പറഞ്ഞതിന്റെ പൈസ എന്താക്കിനി? എന്ത് പൈസയാന്ന്? ഏടുന്ന ഞാൻ ഈ പൈസ എടുത്ത് സീരിയസ് കാര്യമില്ല. ഈ എന്തെങ്കിലും ഒരു സഹായം നമുക്ക് വേണ്ടേ? ഇങ്ങനെ ജനിപ്പിച്ച് വിട്ടോളൂ. എന്തെങ്കിലും ഒരു ഉപകാരം, എന്തെങ്കിലും ഒരു ഉപകാരം. എന്തുപകാരം നീ പറയുന്നേ? നിന്റെ പെങ്ങന്മാരെ കല്യാണം നടത്തി കൊടുത്തു അച്ഛൻ. 5 സെന്റ് സ്ഥലവും കൂടെ പോയി പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടോ നോക്കിട്ട് അതാ അച്ഛൻ നിൽക്കുന്നത്. ഇത്ര കാലം അച്ഛനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അറിയാം അച്ഛന്റെ അവസ്ഥ നിനക്ക് അറിയില്ലടാ. എന്റെ അവസ്ഥ, നമ്മളെ അവസ്ഥ ഈ നിലയിലാക്കി. അത് എന്ത് പറയുന്നത്? ഇങ്ങനെ ഓരോ മുടന്ത ന്യായങ്ങളുണ്ട്. നമ്മളിതിലെ എന്ത് പഠിച്ചു? ആക്കേണ്ട സമയത്ത് ആക്കണം. പ്രഷറും ഷുഗറും എല്ലാം പറഞ്ഞ് ആ അച്ഛന് ഒന്നും കഴിയാണ്ടാണ് ഇരിക്കുന്നത്. നീ എന്തെങ്കിലും ഒരിക്കൽ അച്ഛൻ ഭക്ഷണം കഴിച്ചാ അല്ല ഒരു ഗുളിക മേടിച്ചോട് കൊടുത്തോടാ നീ. എന്നിട്ട് ഇപ്പൊ അച്ഛനെ കുറ്റം പറയുന്നല്ലേ നീ? എന്തുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കരഞ്ഞ കാര്യം സാധിച്ചോളാം. ഈ ഒരു സ്വഭാവം ആദ്യം നിർത്തണ്ട്. അച്ഛ 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 എന്തെങ്കിലും ഉപകാരം. എന്റെ ഫ്രണ്ട്സുകൾ എല്ലാരും ഇത് പുറത്ത് ജർമ്മനി, ഇറ്റലി, അവിടെ ഇവിടെയോ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹമൊന്നുമില്ല. നമുക്ക് ഇവിടെ മാത്രം അച്ഛനില്ല, ബാക്കില്ലായിരിക്കും അച്ഛനില്ല. എനിക്ക് കേൾക്കണ്ട. എനിക്ക് ഞാൻ എന്തെങ്കിലും ആയിക്കോളാം. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എനിക്ക് മടുത്തു. എവിടെയെങ്കിലും പോയിക്കോളാം. എന്തെങ്കിലും പറയുമ്പോ തുള്ളിറങ്ങി നീ പോയാ പോരാ. അച്ഛനിടുന്ന ഷർട്ട് നീ ആര് കൊടുത്തതാന്നറിയടാ? നീ പറ. നിന്നെ പോറ്റി ആളാക്കിട്ട് നീ ഒരു ഷർട്ട് വാങ്ങി കൊടുത്ത ആ ഉസ്മ കൊടുത്തതാണടാ അച്ഛൻ ഇന്ന് ഇട്ടിട്ട് നടക്കുന്നത്. ആരോട് പറയണ്ടേ? എന്താടി പോയിട്ട് ഓടുന്നിട്ട് അങ്ങനൊന്നും പറയരുത്. മക്കളെ പോയിട്ട് ഒരു കാര്യമില്ല. പറയരുത്. നമ്മുടെ കൂട്ടാരില്ല. ഒന്നും ശരിയാവൂടാ. ഞാൻ ആ പ്രാന്ത് പെട്ട് കിടക്കി. നിങ്ങളെങ്ങനെ രക്ഷപ്പെടും? നമുക്കൊന്നും ആവൂല. ഇത് ചെയ്യേണ്ടത്. പക്ഷെ അമ്മയുടെ കാല് പിടിച്ചു, അതും പറ്റില്ല. എന്നെ ലിങ്കേജ് മറ്റേ എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒന്നും നടക്കില്ല. ആപ്പെട്ടിട്ട് ഇങ്ങോട്ടങ്ങ് പോയാലാന്ന് തോന്നുന്നു. നോക്കിയെന്നാ ശരി. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഓരോരോ ചൊറകൾ. എന്തെങ്കിലും ചൊറ ഉണ്ടാവും. എങ്ങോട്ടാണ് യാത്ര? ഞാൻ സിനിമക്ക് വന്നു. ഫ്രണ്ട്സ് ഉണ്ട്. വരുന്നാ ഇല്ല. എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ടെൻഷൻ പറയാറാ സംഭവം. എനിക്കെല്ലാം ഇങ്ങനെ അർമാദിച്ച് നടക്കാലടാ. എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അതുപോലെ അല്ലല്ലോ. നിങ്ങളെ അച്ഛനുണ്ടല്ലോ ഹാജിക്കാന്റെ അടുത്ത് കുറെ ദിവസം ഇടക്കിടക്ക് കാണുന്നു. ഹാജിക്കാനടുത്ത് എന്താ സംഭവം? അമ്മ സംഭവം എന്നാ? എനിക്കറിയില്ല. ഹാജിക്കാനടുത്തുണ്ട്. ഹാജിക്കാന്റെ അടുത്തൊക്കെ കൊണ്ട് കാര്യമുണ്ട്. 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഇടക്കിടക്ക് കാണുന്നുണ്ട്. അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിരിക്കുന്ന? പറഞ്ഞൊന്നും ശരിയായിട്ടില്ല. അതിന്റെ വിഷമത്തിൽ എന്തേ? എന്തൊക്കെയാന്ന്? പോണ്ടെല്ലാം റെഡിയായാ? ഇവിടെ നിന്റെ അച്ഛൻ എനിക്ക് കൊണ്ടു തന്നില്ലേ? അപ്പൊ നിന്റെ അച്ഛൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? നിന്റെ അച്ഛൻ എനിക്ക് 1 ലക്ഷം രൂപ തന്നിട്ട് 5 ലക്ഷം എനിക്ക് കിട്ടുന്നതാണ്. അതിന് നിന്റെ അച്ഛന് നിനക്ക് വേണ്ടിട്ട് ഒരു വിസ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞില്ലേ? നിന്റെ അച്ഛൻ തന്നു. കുറേശ്ശെ ആയിട്ട് അദ്ദേഹം എനിക്ക് തന്നു. എന്റെ മോനെ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ആണ്. പക്ഷെ അച്ഛൻ ചെയ്യുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മനസ്സിലാവൂല. എന്നാ ശരി, ഞാൻ വട്ടവനെ.
അമ്മേ അമ്മേ എന്താടാ? അച്ഛനോട് അച്ഛൻ കിടക്കേന്ന്. ഒന്ന് വിളിക്കണം. എന്താ? ഒന്നുമില്ലെന്നാ അച്ഛനോട്. അച്ഛാ സോറി അച്ഛൻ, എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്തെല്ലോ പറഞ്ഞു പോയിന്. എന്നാ മോനെ? മൂക്കറിയണ്ട, പറ. എന്താ പറയാനില്ലെന്ന് വിചാരിച്ച പറ മോനെ. എന്റെ പൈസ എല്ലാം അച്ഛൻ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. ഞാനത് ഇപ്പെങ്കിലും അച്ഛന് മനസ്സിലായോ മോനെ നിനക്ക്? ഈ അച്ഛനല്ലേ മോനെ ഇത്രയും നേരം നീ കുറ്റം പറഞ്ഞത്? അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു എന്നറിയുന്ന നിമിഷം സന്തോഷം അലതല്ലുന്നതല്ലാതെ പിന്നീട് അവയ്ക്കായുള്ള ജീവിതത്തിന് ത്യാഗനിർഭരമായ കഷ്ടപ്പാടുകൾ സഹിക്കുകയും തിരിച്ച് അമ്മയുടെയും മക്കളുടെയും കുത്തുവാക്കുകളും ശകാരങ്ങളും മാത്രം സഹിക്കേണ്ടി വരുന്ന ഒരുപാട് അച്ഛന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ഒന്നോർത്തു നോക്കൂ, അച്ഛന്മാർ എന്നും അവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, അവർ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ അച്ഛനമ്മമാരെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും വെറുക്കാതിരിക്കുക.